അപ്പം ഞമ്മക്കേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടോക്കിയാലോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ജയജയത്തെ അമ്മ അയക്കണം കേട്ടോ. ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താണാവോ മാവ് ഭയങ്കര ടൈറ്റായിരുന്നു. ഇതൊന്ന് പീച്ചെടുക്കുമ്പോഴേക്കും എനിക്ക് തന്നെ തോന്നിയിരുന്നു കേട്ടോ, ആ ഒരു പെണ്ണുങ്ങളെ അതങ്ങനെയാണല്ലോ ചുടുന്നുണ്ടായത്. എന്നാലും സംഭവം ചുട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഉണ്ടായിന് കേട്ടോ. കഷ്ടപ്പെട്ടതും കൊണ്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റി. പക്ഷേ ഇതെല്ലാം കൂടെ എന്താ പീച്ചി എടുത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് ഇടങ്ങാറായിന് കേട്ടോ. ഞാൻ ലാസ്റ്റ് എന്താക്കിയെന്നറിയോ, അവസാനത്തെ ഭാഗത്തെപ്പം ആ കുഞ്ഞിപ്പത്തിരിക്ക് അങ്ങോട്ട് ഉരുട്ടിയിട്ട് അങ്ങോട്ട് ആവി കയറ്റിയെടുത്തു. അതാണ് അവസാനം ഉണ്ടായിരുന്നത്. ഈറ്റക്കൊക്കെ ആണെങ്കിൽ നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് വേവാൻ വെക്കും, എന്നിട്ട് ഓരോരോ പണികൾ പോയി എടുക്കും. ഇന്നിപ്പോൾ ഇതാ വിറകൊന്നും എടുത്ത് വെച്ചിട്ടില്ലേനു, തീയൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചുള്ളലുമ്മലാണ് ഇപ്പോൾ രാവിലത്തെ അഭ്യാസം കേട്ടോ. ആ കുഞ്ഞി ചുള്ളലാണ്, കൈകൊണ്ട് പൊട്ടിച്ചാൽ തന്നെ പൊട്ടും. പിന്നെ അത് കാലിൻ്റെ അടിയിലൊക്കെ ഇട്ട്, ആ പണ്ടേ നമ്മൾ പഠിച്ചത് അങ്ങനെയാണല്ലോ. പണ്ടുള്ളവർ പറയില്ലേ, നമ്മൾ പഠിച്ചതേ പാടുള്ളൂ എന്ന്. കാലുമ്മലും കാലിൻ്റെ മുട്ടുമ്മലൊക്കെ വെച്ചിട്ട് വിറക് പൊട്ടിക്കണ കണ്ടില്ലേ. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, നമ്മൾ പഠിച്ചതല്ലേ പാടുള്ളൂന്ന്. അങ്ങനെ ഇതാ ചെറിയ ആ ചുള്ളലൊന്ന് തീ പിടിപ്പിച്ചെടുക്കാൻ നല്ലതാട്ടോ ഈ ചുള്ളൽ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതേനു. ഇനിയിപ്പോൾ ഇതാ നേരെ പോകുന്നതാണ്, തീയൊക്കെ കത്തിച്ചാണ് വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളം അടുപ്പത്ത് വെച്ചതാണ്. അങ്ങനെ ഇതാക്കണ്. ഒടുവിലെ പരിശ്രമത്തിന് ശേഷം ഞാനിതാ നൂൽപുട്ടൊക്കെ ഏകദേശം പകുതി അങ്ങോട്ട് ചുട്ടു. ലാസ്റ്റത്തെ കുഞ്ഞിപ്പത്തിരി ആയിരുന്നു. തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് നിന്നതാണ്. കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് മുളക് ഇട്ടു. പിന്നെ പൊരിക്കാനുള്ളത് അതും ഒന്ന് പെരക്കിയൊക്കെ വെച്ചിട്ട് അതും പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് ചെറിയൊരു കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കറമൂസിയും കാച്ചിലും ഒക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അതെല്ലാം കൂടെ മഞ്ഞപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഉടച്ചെടുത്തേണ്. പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, കുറച്ച് തേങ്ങയും ഒരു അരപ്പങ്ങോട്ട് ഉണ്ടാക്കി അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സംഭവം അധികമൊന്നും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇതാ നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളും കറമൂസിയും ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാ നല്ലോണം ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് കറി ഉപ്പേരി അതും ഇതൊക്കെ അയക്കണം. ഇനിയിപ്പോൾ അതാട്ടോ കോലം കണ്ടല്ലോ, ബാക്കിയെല്ലാം ഷടപടേന്ന് തുടങ്ങട്ടെ.